വരൂ വല്യേട്ടാ വരൂ. കണ്ടില്ലേ ഞങ്ങളുടെ തോട്ടത്തിൽ എന്തുമാത്രം വാഴ കൊലച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പൊ പച്ചയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും തരാൻ കഴിയില്ല. നാളെ രാവിലെ നീ വാഴക്കൊലയൊക്കെ വെട്ടിക്കുക കേട്ടോ. ആരാണോ ഈ പഴം കഴിക്കുന്നത് അവര് വളരെ ബുദ്ധിമാനും ശക്തിമാനുമായി മാറുന്നതാണ്. അവരുടെ ബുദ്ധിശക്തി 1000 മടങ്ങ് വർദ്ധിക്കും. മറ്റാര് കഴിക്കുന്നതിനേക്കാളും മുൻപിൽ ഈ പഴം ഞാൻ കഴിക്കും. Excuse me, can I please take the newspaper? പത്ലു, ഇതൊക്കെ ആ ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാണെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ കുരങ്ങന്മാരൊക്കെ മനുഷ്യനെ പോലെ ഇന്റലിജന്റ് ആയിരിക്കുന്നത്. മനുഷ്യന്മാരെ പോലെ ഇന്റലിജന്റ് എന്നല്ല പറയണ്ടേ, മനുഷ്യൻ കുരങ്ങന്മാരെ പോലെ ഇന്റലിജന്റാ. നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ ഒരിക്കലും മറക്കാൻ പാടില്ല. സോറി കുരങ്ങൻ ചേട്ടാ, സോറി, അറിയാതെ പറഞ്ഞു പോയതാ. ഞങ്ങളുടെ തുണി. നീയൊക്കെ എത്ര തവണ മേലേക്ക് പോയി താഴേക്ക് വീഴും. ഇത് മനസ്സിലാക്കേ, ഇവിടെ മങ്കി കിങ്ഡം വരാൻ പോവാ. ആരെങ്കിലും ലോങ് ഡ്രൈവ് പോവാൻ വരുന്നുണ്ടോ? കള്ളൻ പിടിക്കവനെ കള്ളൻ. എന്റെ മോട്ടു പത്ലു, രണ്ടുപേരും കൂടെ എന്നെ ഒന്ന് രക്ഷിക്കേ. ഈ കൊരങ്ങന്മാരെ കൊണ്ട് ഞാൻ സഹി കെട്ടു. എനിക്കറിയാൻ പാടില്ല എവിടുന്ന് വന്നെന്ന്. ഓ, അപ്പൊ ഈ മോട്ടുപ്പത്തിലുമാണ് നിങ്ങളെ രക്ഷിക്കുന്നേ. നിങ്ങൾ ചൂടുള്ള സമാസം ഉണ്ടാക്ക്, ഞാൻ അപ്പോഴേക്ക് ഇവന്മാരെ ഒന്ന് സേവിക്കട്ടെ. ഏത് തരത്തിലുള്ള സേവയാ? ആരെങ്കിലും ഡോക്ടർ ജഡ്കയെ വിളിക്ക് വേഗം. ഐഡിയ. കൊരങ്ങന്മാരെ, ഞങ്ങളുടെ വിട്ടേക്ക്, അല്ലെങ്കിൽ അത് കണ്ടോ, ബോക്സറേട്ടൻ വരുന്നുണ്ട്. അത് ഞങ്ങളുടെ സുഹൃത്താണ്. ബോക്സറേട്ടൻ നിങ്ങളെയൊക്കെ ഇടിച്ചിടിച്ച് പീസ് പീസാക്കും, അല്ലേ ബോക്സറേട്ടാ? ഈ ബോക്സർ നമ്മളെ തല്ലി തോപ്പിക്കുമോ? കൂട്ടുകാരെ വരൂ, നമുക്ക് ബോക്സിംഗ് തുടങ്ങാം. ചായയും കടിയും വേണ്ടവരൊക്കെ ഇവിടെ ഇറങ്ങിക്കോളൂ. ഈ ചായക്കട സമൂസയ്ക്ക് വളരെ പേരെടുത്ത കടയാ. ചെല്ലെ, പെട്ടെന്ന് ഇറങ്ങല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഇതാ എത്തിക്കഴിഞ്ഞു. ഡോണ്ട് ഫിയർ when ചിങ്കം is here. എന്തവിടെ നടക്കുന്നത്? എല്ലായിടത്തുനിന്നും ഫോൺ വരുന്നു. നഗരം മുഴുവനും കൊരങ്ങന്മാരെ കീഴടക്കിയെന്ന്. ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ 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 എങ്ങനെ? ഒന്ന് പുറത്തിറങ്ങി നോക്ക് ചിങ്ങം സാറേ, അപ്പൊ നിങ്ങൾക്കൊക്കെ തെളിഞ്ഞു കാണാം. ഹലോ ഇൻസ്പെക്ടർ ചിങ്കം, ഇന്ന് മുതൽ ഈ പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടേതാ. എന്റെ പേര് ഇൻസ്പെക്ടർ ബംബം, ഇത് കോൺസ്റ്റബിൾ ടം ടം. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്റെ പോലീസ് സ്റ്റേഷൻ ഞാൻ നിനക്ക് തരില്ല. നമ്മൾ രണ്ടുപേരും തമ്മിലൊരു ഫൈറ്റ് നടത്താം. ആര് ജയിക്കുന്നോ അവർക്ക് പോലീസ് സ്റ്റേഷൻ കിട്ടും. ഓക്കേ ഓക്കേ, സമ്മതിച്ചു.
ആദ്യം ഞാൻ ഫയർ ചെയ്യാം, നീ നോക്കിയാ മതി. ഓക്കെ, ഫയർ. എന്റെ അമ്മോ. എന്റെ അമ്മോ, ഇത് ചീറ്റിംഗ് ആണ്. എന്റെ ഹെൽമെറ്റ് നിങ്ങൾ തട്ടിയെടുത്തു. എവറിത്തിങ് ഈസ് ഫെയർ ഇൻ വാർ. ഇനി ഞാൻ ഫയർ ചെയ്യാം. എന്റെ അമ്മോ, ഓടിക്കോ. ഡോക്ടർ ജഡ്കയ്ക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഇതിന് മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. എന്റെ രോഗികളാണ് സത്യം. ഈ ഒരു ഒറ്റ തവണ എന്നെ വെറുതെ വിട്ടാ മതി, പിന്നെ ഞാൻ ഫുർഫുര നഗരത്തിലേക്ക് വരത്തേ ഇല്ല. പൊളിച്ചടുത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല. മമ്മി രക്ഷിക്കണേ. നിങ്ങളുടെ ഈ മരുന്ന് കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയും ഒരുപാട് വർദ്ധിച്ചു. അതെവിടാണ്? ആ മരുന്ന് ഞങ്ങൾക്ക് ഇനിയും വേണം. പക്ഷെ എന്തിനാ വേണ്ടെന്ന് പറയൂ ചങ്കേ. നിങ്ങൾ ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമാന്മാരല്ലേ? അതിന്റെ ആവശ്യം ഇനി എപ്പോഴേലും വന്നാലോ? നിങ്ങൾ എപ്പോഴും ഞങ്ങളോട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ആ മരുന്ന് ഉണ്ടാക്കിപ്പിച്ചെടുക്കാമല്ലോ. രക്ഷിക്കണേ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്. ഒരു സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ വാലില്ലാതെ കാണാൻ ഒരു ഭംഗിയും ഇല്ല. എന്ത് ഞങ്ങൾക്ക് വാല് മുളച്ചെന്നാ? മോട്ടു പത്ലു രക്ഷിക്കണേ. ഹെൽപ്പ്. മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ ഇത് കണ്ടില്ലേ? അവരെന്നെ കുരങ്ങനാക്കി മാറ്റിയിരിക്കുകയാ. വരൂ, നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. വരൂ. ഞാൻ ഈ മനുഷ്യന്മാരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ നിങ്ങൾ ഞങ്ങളെ കയറ് വെച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഞങ്ങൾ നിങ്ങളോടത് ചെയ്യാൻ പോവാണ്. ഇത്രയും നാൾ ഞങ്ങൾ ഡാൻസ് കളിച്ചു, നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾ ഡാൻസ് കളി ഞങ്ങൾ കാണട്ടെ. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൂടെ നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. മോട്ടു, നീ സമോസ കഴിച്ചിട്ട് ആ നേതാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഓടിക്ക്. നേതാവ് ഓടിക്കഴിഞ്ഞാ ബാക്കിയുള്ളവരൊക്കെ ഓടിക്കോളും. ഓക്കെ, ഞാൻ എന്നാ ചായക്കടയിൽ ചെന്ന് പതുക്കെ കുറച്ച് സമൂസ കഴിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ നേതാവിന്റെ അടുത്ത് പോയി വെല്ലുവിളിക്കാൻ പോവുക. കൊരങ്ങന്മാരുടെ നേതാവേ, ഇന്ന് എന്റെ സുഹൃത്ത് മോട്ട് നിങ്ങളോട് ചാലഞ്ച് ചെയ്യാണ്. ആര് ജയിക്കുന്നുവോ അവർ ഈ ഫുർഫുറി നഗറിൽ താമസിക്കും. ബാക്കിയുള്ളവരൊക്കെ ഈ നഗരം വിട്ട് വേഗം പോയിക്കൊള്ളണം. സമ്മതിച്ചിരിക്കുന്നു. എവിടെ നിന്റെ കൂട്ടുകാരൻ മോട്ടു? എന്റെ പൊന്നു ചേട്ടാ, വേഗം കുറച്ച് സമൂസ ഇങ്ങതാ. സമോസയൊക്കെ ഇവന്മാര് തിന്നു കളഞ്ഞു. ഒരെണ്ണം പോലും ബാക്കിയില്ല. എന്ത്? പത്ലു, സമൂസ ഇല്ലെന്ന് ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ കുറച്ച് ഇടി മേടിക്ക്. അപ്പോഴേക്ക് ഞാൻ സമൂസയ്ക്കുള്ള വഴി നോക്കാം. എവിടെയും ഒരിടത്ത് നിന്ന് ഫൈറ്റ് ചെയ്യണ്ടേ? എന്തിനായി ഓടുന്നേ? ഇതാണ് എന്റെ ഗുസ്തിയുടെ ഒരു സ്റ്റൈല്. മോട്ടു, ഇന്നാ പിടിച്ചോ സമൂസ.
തോറ്റിരിക്കുന്നു. മതി, ഞാൻ തോറ്റിരിക്കുന്നു. ഞങ്ങൾ പോവുകയാണ് ദൂരെ എവിടെയെങ്കിലും ഒരു കാട്ടിലേക്ക്. അവിടെ ഞങ്ങൾക്കൊരു വീടുണ്ടാക്കും. സർദാർ ചേട്ടാ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെടുത്ത് വരൂ. പക്ഷെ വന്നിട്ട് മനുഷ്യരായി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, അത്രേ ഉള്ളൂ. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. നമസ്കാരം. ഇപ്പൊ അവരൊക്കെ പോയില്ലേ, ഇനി ഞങ്ങളുടെ കാര്യം എങ്ങനെയാ? എന്റെ മരുന്നിന്റെ എഫക്റ്റ് അവരുടെ അടുത്തുനിന്ന് പെട്ടെന്ന് അങ്ങ് മാറി. പക്ഷെ അവരുടെ മരുന്നിന്റെ എഫക്റ്റ് ഇനി എപ്പോ തീരാനാ? ഞങ്ങള് പഴയതുപോലെ ആയി മാറുവോ ചങ്കേ? തലവൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന്. ഇവരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പോവാ. മോട്ടു ഡോൺ വറി. ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ശക്തി കുറയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. കൊരങ്ങന്മാരും ഡോക്ടർ ജഡ്കയും. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. സോറി ചേട്ടാ, സോറി, കണ്ടില്ല കേട്ടോ. മോട്ടു പത്ലു, അവനെ പിടിക്ക്. അവൻ രക്ഷപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് വിട്. നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാം, പക്ഷെ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടും. മോട്ടു പത്ലു അത്ര മണ്ടന്മാരൊന്നും അല്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ചിങ്കം സാർ എങ്ങനെ ലോക്കപ്പിനകത്ത് പോയത്? പത്ലു, ഞാനാണ് ചിങ്കം. അകത്തിരിക്കുന്ന ഒരു വലിയ കുറ്റവാളിയാണ്. എന്റെ മുഖം മൂടി അണിഞ്ഞ് അവൻ ഫുർഫുറെ നഗരത്തിൽ ഒരു വലിയ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അവനെ പിടിച്ച് അകത്താക്കി. അവന്റെ മുഖം മൂടി ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട്. അവന്റെ കൂട്ടുകാരെ ഞാൻ പിടിച്ച് ഫുർഫുറെ നഗരത്തിനെ ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താൻ പോകുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടാളും അവന്റെ മുഖം മൂടി ഊരി അവന്റെ ശരിക്കുള്ള മുഖം ഒന്ന് നോക്ക്. ഇറ്റ്സ് എൻ ഓർഡർ. ബൈ ബൈ, ടാറ്റ, സീ യു. ഓക്കേ സാർ, ബൈ ബൈ, ടാറ്റ, സീ യു. വേണ്ട വേണ്ട, എന്റെ അമ്മോ, ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു. എന്റെ മീശ. ഈ മീശ ഒറിജിനൽ ആണല്ലോ, പറഞ്ഞു വരുന്നില്ല. ഞാനും ഒറിജിനലാണ്. അവൻ നിങ്ങളെ രണ്ടാളും മണ്ടന്മാരാക്കി. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവനെ ഞാൻ വെറുതെ വിടില്ല. ആ. പത്ലു, നമുക്ക് വേഗം ആ കുറ്റവാളിയെ കണ്ടുപിടിക്കണം. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ, അയാളെ കണ്ടു കിട്ടണ്ടേ? അല്ല, അവിടെ അതാരാ? കാണുമ്പോ അവനൊരു കള്ള ലക്ഷണമുണ്ട്. അവനെന്തിനാ ഇങ്ങനെ ഹോട്ടലിലോട്ട് നോക്കി നിൽക്കുന്നത്? എനിക്കിപ്പോ ഉറപ്പായി അവൻ തന്നെയാണ് കുറ്റവാളി. അവൻ ഇന്ന് രക്ഷപ്പെടാൻ പാടില്ല. എന്റെ അമ്മോ, രക്ഷിക്കണേ, എന്നെ തല്ലല്ലേ, ഡാഡി, രക്ഷിക്കണേ, എന്റെ അമ്മോ. അല്ല, ഇത് ചിങ്കം സാർ ആണല്ലോ. സോറി സാറേ, വെരി വെരി സോറി സാറേ. ഞങ്ങൾ ആ കുറ്റവാളിയെ പിടിക്കാൻ ഇറങ്ങിയതാ. എടോ, ആ കുറ്റവാളി ഈ ഹോട്ടലിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പതുങ്ങി നിൽക്കുകയായിരുന്നു. അന്നേരാണ് നിങ്ങൾ എന്നെ തല്ലിയത്. മമ്മി, എന്തൊരു വേദന. ചിങ്കം സാറെ, ഒരിക്കൽ കൂടെ സോറി ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ആ കുറ്റവാളിയെ ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നിരിക്കും. ഈ നിമിഷം മുതൽ ഞങ്ങളും അവനെ വേഷം മാറി അന്വേഷിക്കും. ഞാനാണ് ഷെയ്ഖ് മാൻ നമാൻ അബ്ദുൾ റഹ്മാൻ. പിന്നെ ഇതെന്റെ ബേഗം ഷെയ്ഖ് ഹസീന ബാനു. മാനു അന മാനു വാല. ഞങ്ങൾക്കൊരു നല്ല റൂം വേണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മാൻ അബ്ദുൾ റഹ്മാൻ ഷെയ്ഖ്. നിങ്ങൾക്കിവിടെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, ഉറപ്പു തരുന്നു. ഏ ബോയ്, ഇവരുടെ പെട്ടിയെടുത്തിട്ട് റൂം നമ്പർ 420 കൊണ്ടുപോയി വെക്കൂ. ആ സൂട്ട് കേസിലെങ്ങാനും കൈ വെച്ചാലുണ്ടല്ലോ. എന്തൊക്കെയാ ചെയ്യുന്ന എന്റെ ഷെയ്ക്കേട്ടാ? ഷൂ കേസിൽ നിറയെ പണമല്ലേ, അത് നമുക്ക് തന്നെ എടുത്തോണ്ട് പോവാം.
ആ ഷെയ്ക്കിന്റെ 2 ബാഗിൽ നിറയെ പണമാ. നമ്മുടെയൊക്കെ കയ്യിൽ എന്നാ ഇത്രയും പണം വരുന്നത്? പൈസയുള്ള പെട്ടിയോ? ഇന്ന് രാത്രി അതെന്റെ കയ്യിലായിരിക്കും. ഹലോ ചിങ്കം സാറേ, ഞങ്ങൾ എല്ലാ ട്രാപ്പുകളും ഒരുക്കി കഴിഞ്ഞു. ആ മോഷ്ടിക്കാൻ വരുന്നവനെ രക്ഷപ്പെടാനേ പറ്റില്ല. അതിരിക്കട്ടെ, നിങ്ങൾ എവിടെയാ? ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത റൂമിൽ തന്നെ ഉണ്ട്. ആ കള്ളനെ നിങ്ങൾ പിടിച്ചാൽ അപ്പൊ തന്നെ എനിക്ക് വിവരം അറിയിക്കണം. ഹോട്ടലിന്റെ എല്ലാ വഴിയും ഞാൻ അടച്ചിരിക്കുന്നു. അതുകൊണ്ട് അവന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ, മാൻ ഞാൻ നിന്റെ ബാഗിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോകും. മോട്ടു, കള്ളം വന്നു എന്നാ തോന്നുന്നത്. ബൈ ബൈ, ടാറ്റ, സീ യു. ചിങ്കം സാറേ, വേഗം വരൂ. വന്നു. ആ കള്ളൻ ഭയങ്കര സൂത്രശാലിയാ. ഞങ്ങളെ പിന്നെയും മണ്ടന്മാരാക്കി കടന്നു കളഞ്ഞു. അവനങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ഹോട്ടലിലെ ഓരോ വാതിലിലും പോലീസ് കാവൽ നിൽപ്പുണ്ട്. അവൻ ഇവിടെ ഒളിഞ്ഞു നിൽപ്പുണ്ടാവും. വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം. ചിങ്കം സാർ, ഞങ്ങളെ ഒന്ന് ഇറക്കി വിടൂ. വേഗം വാ, നമുക്ക് അവനെ അന്വേഷിക്കാം. അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഈ വഴിക്ക് പോയി അന്വേഷിക്കാം, നിങ്ങൾ ആ വഴിക്ക് പോയിക്കോളൂ. അവൻ ഉറപ്പായിട്ടും ഏതെങ്കിലും റൂമിനകത്ത് ഉണ്ടാവും. അവനെ പിടിക്കാനുള്ള പവർ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാനിതാ പോകുന്നു. ബൈ ബൈ, ടാറ്റ, സീ യു. ബൈ ബൈ, ടാറ്റ, സീ യു. ഇതാ കള്ളം പറയുന്ന ഡയലോഗ് അല്ലേ? ഇവൻ ചിങ്കം സാറിന്റെ വേഷോട്ടുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ നോക്കുക. വലിച്ചഴിക്കാം അവന്റെ മാസ്ക്. സോറി, ഞാൻ അറിയാതെ വില്ലന്റെ ഡയലോഗ് പറഞ്ഞു പോയതാണ്. ഞാനാണ് ഒറിജിനൽ ചിങ്കം, മമ്മി. ഇത് ശരിക്കും ചിങ്കം സാർ തന്നെയാണ്. ആ മേശി ഒറിജിനൽ തന്നെ. സാറേ, ഇനി ഒരിക്കലും ബൈ ബൈ, ടാറ്റ, സീ യു എന്ന് പറയരുത്. ഞങ്ങൾ അപ്പൊ വിചാരിക്കും നിങ്ങളാണ് കള്ളനെന്ന്. എന്നെങ്ങനെ ഉപദ്രവിക്കാൻ ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്ത് ദോഷ ചെയ്തിരിക്കുന്നത്? വേഗം ചെന്ന് അവനെ പിടിക്കാൻ നോക്ക്. എന്റെ പത്രം ഇന്ന് നമ്മൾ ഒരുപാട് തല്ല് മേടിച്ചു. ആ കള്ളനെ മറന്ന് നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാം. ഒന്ന് നോക്കി, കുട്ടികൾ വളരെ വളർന്നിരിക്കുന്നു. പാലിൽ എന്താ കലർത്തി കൊടുത്തത്? ഇതിന് മീശയൊക്കെ വന്നത് കണ്ടില്ലേ? നീ എവിടുന്ന ഇതിന് പാല് വാങ്ങി കൊടുത്തത്? ഇത് നമ്മുടെ കുട്ടികളല്ല. സോറി, പാലിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കും. ബൈ ബൈ, ടാറ്റ, സീ യു. കള്ളൻ, കള്ളൻ, പിടിക്കോ. കള്ളൻ, കള്ളൻ, പിടിക്ക് അവനെ, കള്ളൻ, കള്ളൻ, പിടിക്ക്. കള്ളൻ, കള്ളൻ, കള്ളൻ.
എന്ത് കള്ളനോ? പത്ലു, കള്ളൻ എവിടെയുണ്ട്? രക്ഷപ്പെടാൻ നോക്കുക. വേണ്ട, എന്റെ പൈസ. അങ്ങോട്ട് നോക്കടാ, കള്ളന്മാർ രക്ഷപ്പെടുന്നു. പിടിക്കേ. Hey, stop! Stop in the name of law! Get up! ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. ആ അതെ, ഇത് ഞങ്ങളുടെ തന്ത്രമായിരുന്നു നിന്നെ പിടിക്കാനുള്ളത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. കള്ള, പോകാം. ജയിലിൽ നിനക്ക് വേണ്ടി കുറെ നേരമായി കാത്തിരിക്കുന്നു. ഞാൻ സറണ്ടർ ആയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ചെയ്യാനായിട്ട് സാറിന്റെ പെർമിഷൻ വേണം. പറഞ്ഞോ. പെർമിഷൻ ഗ്രാന്റ്. ഫോട്ടോ പത്തലു, നീയൊക്കെ കാരണം എന്റെ എല്ലാ പ്ലാനുകളും ഫെയിലായി പോയി. ഞാൻ ഫുർഫുറി നഗരത്തിൽ ബോംബ് വെക്കാൻ വന്നതാണ്. പക്ഷെ നീയൊക്കെ പൈസയുടെ കാര്യം പറഞ്ഞ് എന്നെ അങ്ങ് വീഴ്ത്തി കളഞ്ഞു. എന്റെ കയ്യിന്ന് ഈ സമ്മാനം അങ്ങ് വാങ്ങിച്ചു കൊള്ളൂ. താങ്ക് യു. എന്താണ് സമ്മാനം? എന്റെ അമ്മോ, എന്തൊരു സമ്മാനമാണ്. വന്നേ കള്ള, നമുക്ക് ജയിലിലേക്ക് പോകാം. ഈ രണ്ട് മോട്ടു പത്ലു കാരണം നമ്മുടെ രാത്രി മൊത്തം കുളമായി പോയി. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് വീണു. നമ്മൾക്ക് സമ്മാനം കൊടുക്കും. വേണ്ട, ഞങ്ങൾക്ക് ഇനി സമ്മാനം വേണ്ട. ചിങ്കം സാറേ, രക്ഷിക്കണേ.